ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗ്ലീലി. ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 11/6/2025 RRB നടത്തിയ ഗ്രാജുവേറ്റ് ലെവൽ NTPC പ്രിലിംസ് എക്സാമിൻ്റെ തേർഡ് ഷിഫ്റ്റിലെ തന്നെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എല്ലാവരും എൻ്റെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. സോ ലെറ്റ്സ് മൂവ് ടു ദ ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ദ ടാസ്ക് ബാർ ഇൻ ദ വിൻഡോസ് ഡെസ്ക്ടോപ്പ് ഇൻ്റർഫേസ്? It provides access to open and frequently used programs. It displays web browser shortcuts. It stores documents and media files. It manages user login details. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് വിൻഡോസ് ഡെസ്ക്ടോപ്പ് ഇൻ്റർഫേസിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണെന്നാണ്. ഓക്കെ, ഇത് വെബ് ബ്രൗസർ ഷോർട്ട് കട്ട് ഡിസ്പ്ലേ ചെയ്യുമോ? ഇല്ല. ടാസ്ക് ബാറാണ്. ടാസ്ക് ബാറിൽ എന്താണ് കാണിക്കുന്നത്? ഇറ്റ് പ്രൊവൈഡ്സ് ദ ആക്സസ് ടു ഓപ്പൺ ആൻഡ് ഫ്രീക്വൻലി യൂസ്ഡ് പ്രോഗ്രാം. ഓപ്പണായി കിടക്കുന്നത് ഫ്രീക്വൻലി യൂസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാം അല്ലേ കാണിക്കുന്നത്. ഏറ്റവും താഴത്തെ ആ ഒരു ബാറിനെയാണ്, സ്റ്റാർട്ട് മെനു ഒക്കെ ഉള്ള ബാറിനെയാണ് ടാസ്ക് ബാർ എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റോർസ് ഡോക്യുമെന്റ്സ് ആൻഡ് മീഡിയ ഫയൽസ്, ഒരിക്കലും ഇല്ല. ഇറ്റ് മാനേജസ് യൂസർ ലോഗിൻസ്, അല്ല. ഓക്കെ, സോ ഇതിൻ്റെ ഉത്തരം ഫസ്റ്റ് ഓപ്ഷൻ ആണ്. The Dutch East India Company's trade on the Coromandel coast registered a significant increase over the 17th century due to. എന്തുകൊണ്ടാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ട്രേഡ് കോറമണ്ടൽ കോസ്റ്റിൽ 17ാം നൂറ്റാണ്ടിൽ അത്രത്തോളം സിഗ്നിഫിക്കൻറ്റ് ഇൻക്രീസ് ഉണ്ടായത്? ദ ഡിക്ലൈൻ ആൻഡ് കൊളാപ്സ് ഓഫ് ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് ഇൻ ദ റീജിയൻ, ആൻഡ് ഇൻക്രീസ് ഇൻ ദ ഡിമാൻഡ്സ് ഫോർ ടെക്സ്റ്റൈൽസ് ഫ്രം ദ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ മാർക്കറ്റ്സ്, ദ റിസൾട്ട് ഓഫ് വൈറ്റ് മ്യൂട്ടണി, ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ട്രേഡിംഗ് പോസ്റ്റ് ഇൻ ഗോവ ആൻഡ് സൂറത്ത്. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഓഫ് ടെക്സ്റ്റൈൽ ഫ്രം ദ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ മാർക്കറ്റാണ്. അതായത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ടെക്സ്റ്റൈൽസിൻ്റെ ഡിമാൻഡ് കൂടി. ഓക്കെ, ആ സമയത്ത് ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ടാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ മാർക്കറ്റ് യൂസ് ചെയ്തിരുന്നത്. അവർ പ്രീവിയസ്ലി യൂസ് ചെയ്തിരുന്നത് അമേരിക്ക എന്നൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ അവിടെ ഒരു കലാപം നടക്കുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്നുള്ള ടെക്സ്റ്റൈൽസിന് കൂടുതലായിട്ടും ഡിമാൻഡ് വന്നു. അങ്ങനെയാണ് 17ാം നൂറ്റാണ്ടിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ട്രേഡ് കോറമണ്ടൽ കോസ്റ്റിൽ ഭയങ്കരമായിട്ട് ഉയർന്നത്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പറ്റി നമുക്കൊന്ന് നോക്കാം. 1602 അവിടുത്തെ ഡച്ച് ഗവൺമെൻറ് ചാർട്ടർ ആക്ട് പ്രകാരം ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലവിൽ വരുന്നത്. ഓക്കെ, 1605 മസൂലിപട്ടണം, ആന്ധ്രാപ്രദേശിലെ മസൂലിപട്ടണത്തിൽ അവർ അവരുടെ ഫസ്റ്റ് ഫാക്ടറി സെറ്റപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ 1623 ഇംഗ്ലീഷ് ട്രേഡേഴ്സിനെ ഇന്തോനേഷ്യയിൽ വെച്ചിട്ട് ഡച്ചുകാരെ എക്സിക്യൂട്ട് ചെയ്യുന്നു, അതായത് കൊലപ്പെടുത്തുന്നു. അതാണ് അംബോയിന മസാക്കർ എന്ന് പറയുന്നത്. ഇതോടുകൂടി ബ്രിട്ടീഷുകാരും ഡച്ചുകാരും തമ്മിലുള്ള ആ ഒരു ശത്രുത തുടങ്ങുവാണ്. ഇനി ബാറ്റിൽ ഓഫ് കൊളച്ചൽ നമുക്ക് എല്ലാവർക്കും അറിയാം. 1741 മാർത്താണ്ഡവർമ്മ കിങ് ഓഫ് ട്രാവൻകൂറാണ്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിക്കുകയാണ് ബാറ്റിൽ ഓഫ് കൊളച്ചലിൽ വെച്ചിട്ട്. ഇതാണ് ആദ്യമായിട്ട് ഒരു ഏഷ്യൻ പവർ യൂറോപ്യൻ നേവൽ ഫോഴ്സിനെ ഡിഫീറ്റ് ചെയ്യുന്നത്. ഈ ഒരു വാറിലാണ്, ബാറ്റിൽ ഓഫ് കൊളച്ചലിൽ. ഓക്കെ, ഇനി ബാറ്റിൽ ഓഫ് ബദറ നോക്കുവാണെങ്കിൽ 1759 ഇതിനെ ബാറ്റിൽ ഓഫ് ഹൂഗ്ലി അഥവാ ബാറ്റിൽ ഓഫ് ചിൻസുറ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇവിടെ ബ്രിട്ടീഷുകാർ, റോബർട്ട് ക്ലൈവ് ലീഡ് ചെയ്യുന്ന ബ്രിട്ടീഷ് ഫോഴ്സ് എന്ത് ചെയ്തു? ഡച്ചുകാരെ തോൽപ്പിക്കുന്നു. ഓക്കെ, ഇനി 1667 ബ്രിട്ടീഷുകാരും ഡച്ചുകാരും തമ്മിലൊരു ഡീലിലെത്തുവാണ്, ഒരു കോംപ്രമൈസിലെത്തുവാണ്, ഒരു ഗിവ് ആൻഡ് ടേക്ക് ഡീല്. അതായത് ബ്രിട്ടീഷുകാർ ഇന്തോനേഷ്യ ഡച്ചുകാർക്ക് വേണ്ടി കൊടുക്കുകയും ഡച്ചുകാർ എന്ത് ചെയ്തു? ഇന്ത്യയിൽ നിന്ന് പോവുകയും ചെയ്തു. ഇന്ത്യ കംപ്ലീറ്റ്ലി ബ്രിട്ടീഷുകാർക്ക് കൊടുത്തിട്ട് ഡച്ചുകാർ ഇന്ത്യയിൽ നിന്ന് പോവുകയും ചെയ്തു. ഇനി ആംഗ്ലോ ഡച്ച് ട്രെറ്റി 1724 എന്താണെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇന്ത്യയിൽ നിന്ന് ഡച്ചുകാർ പോകുന്ന ആ ഒരു ട്രെറ്റിയാണ് ആംഗ്ലോ ഡച്ച് ട്രെറ്റി ഓഫ് 1824 എന്ന് പറയുന്നത്. ഓക്കെ, അതിലൂടെ എങ്ങനെയാണ് അവർ സമ്മതിച്ചതെന്ന് വെച്ചാൽ ഇന്തോനേഷ്യയിലുള്ള സുമാത്ര ഏരിയയിലുള്ള ബ്രിട്ടീഷ് സെറ്റിൽമെൻറ്റുകളെല്ലാം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഡച്ചുകാർക്ക് കൊടുത്തു. പകരം ഡച്ചുകാർ ഇന്ത്യയിൽ നിന്ന് കംപ്ലീറ്റ്ലായിട്ട് പോയി. ഇനി ഡച്ചുകാരുടെ കുറച്ച് സെറ്റിൽമെൻറ്റുകൾ നോക്കാം. ഓക്കെ, 1610 പുലിക്കട്ട്, നമ്മുടെ പുലിക്കട്ട് ലേക്ക് നമുക്കറിയാം, അതിൻ്റെ അടുത്തായിട്ട് സെറ്റിൽമെൻ്റ് ഉണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് മെയിനായിട്ടും ഫോർട്ട് ജെൽഡ്രിയയിലാണ്. ഓക്കെ, ഫോർട്ട് ജെൽഡ്രിയയാണ് അവർ പുലിക്കട്ടിൽ സ്ഥാപിച്ച ഫോർട്ട് എന്ന് പറയുന്നത്. ഇനി 1616 സൂറത്തിൽ അവർ സെറ്റിൽമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. 1653 ചിൻസുരയിൽ അവരെന്ത് ചെയ്തു? ബംഗാൾ റീജിയനാണ് ചിൻസുര. നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു ബാറ്റിൽ ഓഫ് ചിൻസുര അല്ലെങ്കിൽ ബദറ എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ സ്ട്രോങ് ഹോൾഡ് ഉണ്ടായിരുന്നു ഡച്ചുകാർക്ക്. ദെൻ 1658 നാഗപട്ടണത്തിൽ പോർച്ചുഗീസുകാരോട് യുദ്ധം ചെയ്ത് പോർച്ചുഗീസുകാരെ നിന്നാണ് നാഗപട്ടണം ഡച്ചുകാർ കൈക്കലാക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? പുലിക്കട്ടിലുണ്ടായിരുന്ന ആ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് നാഗപട്ടണത്തിലേക്ക് 1690 മാറ്റുന്നു. 1610 മുതൽ 90 വരെ പുലിക്കട്ടായിരുന്നു. അത് കഴിഞ്ഞ് 1690
തൊണ്ണൂറിൽ നാഗപട്ടണത്തിലേക്ക് മാറ്റുന്നു ഹെഡ് ക്വാർട്ടേഴ്സ്. Which of the following acts of the East India Company mandated that selection for civil employees in British Indian territory would be based on the competitive examination? അതായത് ബ്രിട്ടീഷ് ഇന്ത്യൻ ടെറിട്ടറികളിൽ സിവിൽ എംപ്ലോയീസ്, അതായത് സിവിൽ സർവീസ് ആൾക്കാരെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിലൂടെ തിരഞ്ഞെടുക്കും എന്ന് കൊണ്ടുവന്ന ഏത് ആക്ട് ആണെന്നാണ്. ഓക്കെ, പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784, ചാർട്ടർ ആക്ട് ഓഫ് 1793, ചാർട്ടർ ആക്ട് ഓഫ് 1853, ചാർട്ടർ ആക്ട് ഓഫ് 1813. നമുക്ക് നോക്കാം. ചാർട്ടർ ആക്ട് ഓഫ് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 ആദ്യമേ പറയാം. പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും ബോർഡ് ഓഫ് കൺട്രോളേഴ്സും വരുന്നത്. ഓക്കെ, ബോർഡ് ഓഫ് കൺട്രോളേഴ്സും വരുന്നത്. അത് ഇതിനകത്ത് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് നോക്കി, പൊളിറ്റിക്കലായിട്ടും മിലിറ്ററി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബോർഡ് ഓഫ് കൺട്രോളേഴ്സ് നോക്കി. ഇനി ചാർട്ടർ ആക്ട് ഓഫ് 1793 എന്താണെന്ന് നോക്കുകയാണെങ്കിൽ 20 വർഷത്തേക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മോണോപ്പൊളി എന്ത് ചെയ്യും, റിവ്യൂ ചെയ്തു ചാർട്ടർ ആക്ട് ഓഫ് 1793 കൂടെ. അതായത് 1793 കഴിഞ്ഞ് പിന്നെ ചാർട്ടർ ആക്ട് ഓഫ് 1813 ആണ് വരുന്നത്. ഇവിടെ 20 വർഷം ഗ്യാപ്പാണ് വരുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിലും 1833 വരെ 20 വർഷം ഗ്യാപ്പ്, ആൻഡ് 1853 വരെ എന്താണ്, ഇവിടെ ഒക്കെ 20 വർഷം ഗ്യാപ്പാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ചാർട്ടർ ആക്ട് ഓഫ് 1793 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മോണോപ്പൊളി 20 ഇയേഴ്സ് റിന്യൂ ചെയ്തു. അതുപോലെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് കൂടുതൽ പവർ കിട്ടി, മദ്രാസിനെക്കാട്ടിലും ബോംബെനെക്കാട്ടിലും ഒക്കെ. അതോടൊപ്പം തന്നെ ഗവർണർ ജനറലിന് കൗൺസിലിലെ ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അതിന് മുകളിൽ ഡിസിഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് എഡ്യൂക്കേഷനിലും റിലീജിയനിലും പ്രത്യേകിച്ച് ചാർട്ടർ ആക്ട് ഓഫ് 1793 ഫോക്കസ് ഒന്നുമില്ലായിരുന്നു. അതുപോലെ ഇന്ത്യയിൽ നിന്ന് ഒരു സീനിയർ ഒഫീഷ്യലിന് പുറത്ത് പോകണമെങ്കിൽ അവർക്ക് അവർക്ക് പെർമിഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഓക്കെ, പെർമിഷൻ എടുത്തിട്ട് പോകാൻ പറ്റുകയുള്ളായിരുന്നു സിവിൽ സർവീസിലെ ആൾക്കാർക്കൊക്കെ. ആൻഡ് റവന്യൂവും ജുഡീഷ്യൽ ഫംഗ്ഷൻസൊക്കെ സെപ്പറേറ്റ് ചെയ്തു ചാർട്ടർ ആക്ട് ഓഫ് 1793. ഇനി ചാർട്ടർ ആക്ട് ഓഫ് 1813 നമുക്ക് നോക്കാം. ഇവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മോണോപ്പൊളി ടീയിലും ചൈനയിലും മാത്രമായി. അതായത് ടീയുടെ എക്സ്പോർട്ടും ചൈനയുമായിട്ടുള്ള ട്രേഡും മാത്രമേ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നോക്കാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടെറിട്ടറികളൊക്കെ ബ്രിട്ടീഷ് ക്രൗൺ പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, അവരുടെ കീഴിലാവാൻ തുടങ്ങി. ആൻഡ് ലോക്കൽ ഗവൺമെൻറ്റിന് ആൾക്കാർക്ക് ടാക്സ് ഇമ്പോസ് ചെയ്യാൻ പറ്റും, അങ്ങനൊരു പവർ ലോക്കൽ ഗവൺമെൻറ് കൊടുത്തു തുടങ്ങി. എഡ്യൂക്കേഷനിൽ നോക്കുകയാണെങ്കിൽ 1,00,000 രൂപ ഓരോ വർഷവും ക്രിസ്ത്യൻ മിഷണറികൾക്ക് ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. ഇനി കോർട്ടുകൾക്ക് കൂടുതൽ യൂറോപ്യൻ സബ്ജക്റ്റുകളിൽ പവർ വന്നു. അതായത് ഇവിടുത്തെ കോർട്ടുകൾക്ക് യൂറോപ്യൻ സബ്ജക്റ്റുകളിൽ ഡിസിഷൻ എടുക്കാനുള്ള പവർ കൂടി. 1833 ചാർട്ടർ ആക്ട് ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മോണോപ്പൊളി എൻഡായി. അതായത് അവർക്ക് ട്രേഡ് ഒന്നും ഇനി നോക്കാൻ പറ്റില്ല, അവർ കംപ്ലീറ്റ്ലി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയായി മാറി. അതുപോലെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയായി. ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയാണ് ലോർഡ് വില്യം ബെൻഡിക്. ഓക്കെ, അതുപോലെ സെൻട്രലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതായത് ബംഗാളിന് കൂടുതൽ പവർ കിട്ടി. ബോംബെയ്ക്കും മദ്രാസിനും അവരുടെ ലെജിസ്ലേറ്റീവ് പവർ കുറഞ്ഞിട്ട് ബംഗാൾ അവിടുത്തെ ഒരു സെൻട്രൽ അതോറിറ്റിയായി മാറിയിട്ട് സെൻട്രലൈസേഷൻ തുടങ്ങി. ദെൻ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആവാൻ തുടങ്ങി. അതുപോലെ ലോ കമ്മീഷൻ, ഇതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. ഓക്കെ, ചാർട്ടർ ആക്ട് ഓഫ് 1833 പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ലോ കമ്മീഷൻ വന്നു. ലോർഡ് തോമസ് ബാവിംഗ്ടൺ മക്കാളെ അടങ്ങുന്ന ഒരു ലോ കമ്മീഷൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് വരുന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1833 ഇനി ചാർട്ടർ ആക്ട് ഓഫ് 1853 നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി എന്താണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓൾറെഡി കമ്പനി എവിടെ പോയിട്ടുണ്ട്, നമ്മുടെ ബ്രിട്ടീഷ് ക്രൗണിന് പോയിട്ടുണ്ട്. 1858 കംപ്ലീറ്റ്ലി ബ്രിട്ടീഷ് ക്രൗൺ ഇവിടുത്തെ റൂൾ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് 1853 കംപ്ലീറ്റ് എന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടെറിട്ടറിയും എന്ത് ചെയ്തു, ക്രൗണിന് ഇൻട്രസ്റ്റ് ആയി. അതുപോലെ ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസ് ഒക്കെ എന്ത് ചെയ്തു, കൗൺസിലിൽ സെപ്പറേറ്റ് ആയി. ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസും ഗവർണർ ജനറലിൻ്റെ കൗൺസിലിൽ സെപ്പറേറ്റഡ് ആയി. അതുപോലെ ഒരു ലെജിസ്ലേറ്റീവ് 6 പുതിയ മെമ്പറും കൂടെ ആഡായിട്ടുള്ള ഒരു പുതിയ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ക്രിയേറ്റ് ആയി. ദെൻ ഇതായിരുന്നു നമ്മുടെ ചോദ്യം. മെക്കാളെ കമ്മിറ്റി 1856 കൊണ്ടുവന്ന ഓപ്പൺ കോമ്പറ്റീഷൻ, നമ്മുടെ സിവിൽ സർവീസിന് ഓപ്പൺ ആയിട്ട് എക്സാം നടത്തി കോമ്പറ്റീഷനിലൂടെ എടുക്കുന്ന ആ ഒരു ഇത് കൊണ്ടുവന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1853 ഇതിലൂടെ ഇന്ത്യക്കാർക്കും പങ്കെടുക്കാം. അങ്ങനെ ഇത് കൊണ്ടുവന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1853 ഓക്കെ, പിന്നെ ലോ മെമ്പേഴ്സ് എന്തായി, കൗൺസിലിലെ ഫുൾ മെമ്പറായി മാറി. സോ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1853 ആണ്. നമ്മളിപ്പോൾ നോക്കി ചാർട്ടർ ആക്ട് ഓഫ് 1853 കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനിലൂടെ ബ്രിട്ടീഷ് ഇന്ത്യൻ ടെറിട്ടറിയിൽ സിവിൽ എംപ്ലോയീസിനെ എടുക്കാൻ തുടങ്ങിയത്. അക്കോർഡിംഗ് ടു ദ ഗ്ലോബൽ ഓണ്ടർപ്രണർഷിപ്പ് മോണിറ്റർ,
2025. Which country has the highest total early stage entrepreneurial activity rate? ഓക്കെ, നോക്കുവാണെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ബ്രസീൽ, UAE, ഇന്ത്യ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഉത്തരം നോക്കാം. UAEക്കാണ് ഏർലി സ്റ്റേജ് ഓണ്ടർപ്രന്യൂവൽ ആക്ടിവിറ്റി റേറ്റ് ഏറ്റവും ഹൈ ആയിട്ടുള്ളത്. ഓക്കെ, ഗ്ലോബൽ ഓണ്ടർപ്രന്യൂർഷിപ്പ് മോണിറ്റർ റിപ്പോർട്ട് പ്രകാരം 2025 UAEക്കാണ് ഏറ്റവും കൂടുതൽ ടി റേറ്റ് ഉള്ളത്. ഇനി ഗ്ലോബൽ ഓണ്ടർപ്രന്യൂർഷിപ്പ് മോണിറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, മോണിറ്റർ റിലീസ് ചെയ്യുന്നത് ആരാണ്? ഗ്ലോബൽ ഓണ്ടർപ്രന്യൂർഷിപ്പ് റിസർച്ച് അസോസിയേഷൻ ആണ്, ജെറയാണ് ഇത് റിലീസ് ചെയ്യുന്നത്. ഇനി ഇന്ത്യയിൽ ഈ റിപ്പോർട്ടുകളൊക്കെ നോക്കുന്നത് ഓണ്ടർപ്രന്യൂർഷിപ്പ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയാണ്, അഹമ്മദാബാദിലുള്ള ഓണ്ടർപ്രന്യൂർഷിപ്പ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. 2025-26 ഗ്ലോബൽ റിപ്പോർട്ടിൻ്റെ ടൈറ്റിലായിരുന്നു ഫ്രം അൺസർട്ടനിറ്റി ടു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അൺസർട്ടനിറ്റി ടു ഓപ്പർച്യൂണിറ്റി ലോഞ്ച് ചെയ്ത ഫെബ്രുവരി 2026 മെക്സിക്കോയിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഈ ജെറയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് നോക്കുവാണെങ്കിൽ ലണ്ടൻ ബിസിനസ് സ്കൂളാണ് ജെറയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് 2025-26 റിപ്പോർട്ട് പ്രകാരമുള്ളത് നോക്കാം. ഫസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത് ഇപ്പോഴും UAE തന്നെയാണ്. അഞ്ചാമത്തെ തവണയാണ് കോൺസിക്യൂട്ടീവ്ലി ഈ ഒരു ടി റേറ്റിൽ ഗ്ലോബലി UAE ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. സെക്കൻഡ് നോക്കുകയാണെങ്കിൽ തായ്വാനാണ്, 6.5 സ്കോറാണ് ഉയർത്തിയത്. അതുപോലെ സൗദി അറേബ്യയാണ് തേർഡ് റാങ്കിൽ വരുന്നത്. എന്താണ്, അവർ സ്റ്റാർട്ടപ്പുകളും അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറൊക്കെ അവിടുത്തെ ഗവൺമെൻറ് നന്നായി സപ്പോർട്ട് ചെയ്യും. ഇനി ഫോർത്ത് വന്നേക്കുന്നത് ലിത്വാനിയാണ്, യൂറോപ്പിലെ ഹയസ്റ്റ് റാങ്ക്ഡ് എക്കണോമിയാണ് ലിത്വാനിയ എന്ന് പറയുന്നത്. ദെൻ ഫിഫ്ത്ത് നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒൺലി മിഡിൽ ഇൻകം എക്കണോമിയാണ്, ഗ്ലോബൽ ടോപ്പ് 5 വരുന്ന ഒൺലി മിഡിൽ ഇൻകം എക്കണോമിയാണ് ഇന്ത്യ. ഓക്കെ, റേച്ചൽ കുഷ്ണർ നോവൽ ഷോർട്ട് ലിസ്റ്റഡ് ഫോർ ബുക്കർ 2024 ഈസ് ടൈറ്റിൽഡ്. ഓക്കെ, ബുക്കർ 2024 ഷോർട്ട് ലിസ്റ്റ് ആയ റേച്ചൽ കുഷ്ണറിൻ്റെ നോവലിൻ്റെ പേരാണ് ചോദിച്ചേക്കുന്നത്. എ ബ്രഷ് വിത്ത് ലവ്, ലിസി ബ്ലേക്സ് ബെസ്റ്റ് മിസ്റ്റേക്ക്, ദ +1, ക്രിയേഷൻ ലേക്ക്. ഇതിൻ്റെ ആൻസർ ക്രിയേഷൻ ലേക്കാണ്. ഓക്കെ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ന്യൂസസ് നോക്കാം. ബുക്കർ പ്രൈസ് 2025 വിന്നർ നമ്മുടെ ഡേവിഡ് സ്ലാസയുടെ ഡേവിഡ് സ്ലായയുടെ ഫ്ലഷ് ആണ്. ഓക്കെ, ഡേവിഡ് സലയുടെ ഫ്ലഷ് ആണ് 2025 ബുക്കർ പ്രൈസ് വിന്നർ. പക്ഷേ നമ്മുടെ കിരൺ ദേശായിയുടെ ദ ലോൺലെസ് ഓഫ് സോണി ആൻഡ് സണ്ണി ഈ ഒരു ബുക്കർ പ്രൈസിന് വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിനു മുന്നേ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ്, കിരൺ ദേശായിയുടെ തന്നെ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസിന് എന്ത് കിട്ടിയിട്ടുണ്ട്, ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. 2006 വെച്ചിട്ട് ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നിലവിലത്തെ വിന്നർ ഡേവിഡ് സലയുടെ ഫ്ലഷ് ആണ്. ഇനി ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബുക്കർ പ്രൈസും ഉണ്ട്, ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസും ഉണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ബുക്കർ പ്രൈസ് ആണെങ്കിൽ ഇതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന നോവലുകൾ അല്ലെങ്കിൽ ഇതിനു വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്ന നോവലുകൾ അല്ലെങ്കിൽ ബുക്കുകൾ എന്താണെങ്കിലും അത് ഇംഗ്ലീഷിൽ തന്നെ എഴുതിയതായിരിക്കണം. അതുപോലെ ലണ്ടനിലോ അല്ലെങ്കിൽ UK അയർലാൻഡിലൊക്കെ എന്ത് ചെയ്തിരിക്കണം, ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവണം. പക്ഷേ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് അങ്ങനെയല്ല, ഏത് ലാംഗ്വേജിൽ എഴുതിയാലും കുഴപ്പമില്ല, പക്ഷേ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിരിക്കണം. അതും ഇതേപോലെ UK അയർലാൻഡിലും എന്ത് ചെയ്യണം, പബ്ലിഷ് ചെയ്തിരിക്കണം. ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് 2026 നോക്കുവാണെങ്കിൽ പത്മ വിശ്വനാഥൻ ട്രാൻസ്ലേറ്ററാണ്. പത്മ വിശ്വനാഥൻ ട്രാൻസ്ലേറ്റ് ചെയ്ത അന്ന പോലോ മയ്യ എഴുതിയ അന്ന പോലോ മയ്യ എഴുതിയ ഓൺ എർത്ത് ആസ് ഇറ്റ് ഈസ് ബിനീത്ത് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്ത് ചെയ്തു, ലോങ് ലിസ്റ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, വിശ്വനാഥൻ എന്ന് പറയുന്നത്, അതായത് പത്മ വിശ്വനാഥൻ ഒരു ഇൻഡോ കനേഡിയൻ റൈറ്റർ ആൻഡ് ട്രാൻസ്ലേറ്ററാണ്. അതുപോലെ തന്നെ നിലഞ്ജന എസ് റോയ് ഇത്തവണത്തെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ജഡ്ജിങ് പാനലിലെ ഒരു മെമ്പറാണ്. ഓക്കെ, ഇനി അരുന്ധതി റോയ് ലേറ്റസ്റ്റ് ആയിട്ട് എന്ത് കിട്ടി, വുമൺസ് പ്രൈസ് ഫോർ നോൺ ഫിക്ഷൻ. അരുന്ധതി റോയ് എഴുതിയ മദർ മേരി കംസ് ടു മീ എന്ന് പറയുന്ന ഒരു മെമ്മോയറിന്, അവരുടെ ഒരു മെമ്മോയറിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വുമൺസ് പ്രൈസ് ഫോർ നോൺ ഫിക്ഷനാണ് ഇത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് states about a directive to states for the settlement of international dispute by arbitration. ഓക്കെ, ഇത് നമ്മുടെ DPSP പറയുന്നതാണ്. DPSP നമുക്കറിയാം ആർട്ടിക്കിൾ 36 ടു ആർട്ടിക്കിൾ 51 വരെയാണ്. ഓക്കെ, പാർട്ട് 4 ആണ് DPSP എന്ന് പറയുന്നത്. അതിൽ 51 തന്നെ നമുക്കറിയാം 51A B C D വരെയുണ്ട് സബ് ക്ലോസുകൾ. ഓക്കെ, 51A അല്ല, 51A ക്യാപിറ്റൽ A എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. അത് പാർട്ട് 4A ആണ്. ഇത് ഉദ്ദേശിക്കുന്നത് 51
സ്മോൾ എ ബി സി ഡി ഉദ്ദേശിക്കുന്നത് 51 ആർട്ടിക്കിളിലെ തന്നെ സബ് ക്ലോസുകളാണ്. അപ്പോൾ 51 പറയുന്നത് തന്നെ എന്താണ്? നമ്മൾ ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി പ്രൊമോട്ട് ചെയ്യണമെന്നുള്ളതാണ്. അതിൽ ആർബിട്രേഷനിലൂടെ ഡിസ്പ്യൂട്ടുകൾ സെറ്റിൽ ചെയ്യണം എന്ന് പറയുന്നത് അതിൽ ഏത് സബ് ക്ലോസ് ആണെന്നാണ് ചോദ്യം. ഓക്കെ, ഇതിൻ്റെ ആൻസർ 51D ആണ്. ഓക്കെ, ആർട്ടിക്കിൾ 51D ആണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 51 സ്മോൾ എ പറയുന്നത് പീസ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റേറ്റുകൾ എന്ത് ചെയ്യണം? ഇൻ്റർനാഷണൽ പീസും സെക്യൂരിറ്റിയും പ്രൊമോട്ട് ചെയ്യണം. 51B ആണെങ്കിൽ ജസ്റ്റ് റിലേഷൻ, അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഓണറബിളും അതുപോലെ ജസ്റ്റും ആയിട്ടുള്ള റിലേഷൻസ് വേണം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. 51C ആണെങ്കിൽ ഇൻ്റർനാഷണൽ ലോ ആണ്. എല്ലാവരും എന്ത് ചെയ്യണം? ഇൻ്റർനാഷണൽ ലോ, എല്ലാ സ്റ്റേറ്റുകളും ഇൻ്റർനാഷണൽ ലോകൾ എന്ത് ചെയ്യണം? പാലിക്കണം. ഓക്കെ, ഇവിടെ സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന കൺട്രികളെയാണ്, രാജ്യങ്ങളെയാണ് സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി 51D പറയുന്നത് ആർബിട്രേഷൻ. ആർബിട്രേഷൻ എന്ന് വെച്ചാൽ മധ്യസ്ഥത വഹിക്കണം. ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വോളണ്ടറിലി മധ്യസ്ഥത വഹിച്ച് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യണം. ഇത് ഓർഡർ പഠിക്കാനുള്ളൊരു കോഡാണ് പീപ്പിൾ ജമ്പ് ഇൻ എയർ എന്ന് പറയുന്നത്. ഓക്കെ, പി എന്ന് പറയുന്നത് പ്രൊമോട്ട് പീസ്, ദെൻ ജസ്റ്റ് റിലേഷൻസ്, ഇൻ്റർനാഷണൽ ലോ ആൻഡ് ആർബിട്രേഷൻ. ഓക്കെ, ഇനി നമുക്ക് DPSP ഒന്ന് ചെറുതായിട്ട് നോക്കാം. 36 ഫസ്റ്റ് ആർട്ടിക്കിളാണ് പാർട്ട് 4ലെ ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ് ആണ് പറയുന്നത്. അതായത് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് എന്താണെന്നുള്ളൊരു ഡെഫിനിഷനാണ്. ടെറിട്ടറി, ആ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എന്താണ് നമ്മുടെ സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇനി 37 ആണെങ്കിൽ DPSP ഫണ്ടമെന്റൽ ഗവർണൻസിന്, ഒരു രാജ്യത്തിൻ്റെ ഗവർണൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പക്ഷേ അതൊരിക്കലും കോർട്ടിൽ എന്താണ് ജസ്റ്റിഫയബിൾ അല്ല, ജസ്റ്റിസയബിൾ അല്ല. അതായത് കോർട്ടിൽ അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി 38 എന്ന് പറയുന്നത് സോഷ്യൽ ഓർഡർ ആണ്. അതായത് നമ്മുടെ സ്റ്റേറ്റിന് പോലീസിങ്ങും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്റ്റേറ്റിൽ ഒരു സോഷ്യൽ ഓർഡറും അതുപോലെ പീപ്പിളിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് പോലീസിംഗ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് 38 പറയുന്നത്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 39 പറയുന്നത് അതിനൊരു കോഡുണ്ട്, LDC ഗോസ് ടു PHC. LDC ഗോസ് ടു PHC. LDC ഗോസ് ടു PHC എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് കുറച്ച് പോളിസി പ്രിൻസിപ്പിളാണ്. അതായത് ഓരോ രാജ്യങ്ങളും എന്ത് ചെയ്യണം? ഇത് ലോ മേക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഫോളോ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടത്? ലോ മേക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, L എന്ന് ഉദ്ദേശിക്കുന്നത് ലിവ്ലിഹുഡാണ്. D എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ലിവ്ലിഹുഡ്, അതായത് ജീവിച്ചു പോകാനുള്ള ജോലി വേണം. D എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആണ്. എല്ലാവർക്കും ഈക്വലി വെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ആവണം. C എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് തടയണം, ഒരാളിൽ മാത്രമായിട്ട് ഒതുങ്ങി പോകരുത്. ദെൻ P പറയുന്നത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ മെൻ ആൻഡ് വുമൺ. ആണുങ്ങളും പെണ്ണുങ്ങളും ജോലി ചെയ്യുമ്പോൾ ഒരേ എമൗണ്ട് ഓഫ് ജോലിക്ക് ഒരേപോലത്തെ എന്ത് തന്നെ സാലറി തന്നെ കൊടുത്തിരിക്കണം. ഇനി H ആണെങ്കിൽ ഹെൽത്ത് ആണ്. വർക്കേഴ്സിൻ്റെ അതുപോലെ തന്നെ ആൾക്കാരുടെ ഒക്കെ ഹെൽത്ത് എന്ത് ചെയ്യണം? നല്ല രീതിയിൽ നോക്കണം. C എന്ന് പറയുന്ന കുട്ടികളുടെ ഹെൽത്തും അവരുടെ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനും കാര്യങ്ങളെ പറ്റിയാണ് C പറയുന്നത്. ഓക്കെ, 39A ആണെങ്കിൽ ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് ആണ്. ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്, അതായത് ലീഗലി അത്ര പൈസ അല്ലെങ്കിൽ എന്തെങ്കിലും ഇല്ലാത്തവർക്ക്, ലീഗലി അവർക്കൊരു സപ്പോർട്ട് കിട്ടാത്തവർക്ക് എന്ത് ചെയ്യണം? സ്റ്റേറ്റ് തന്നെ എന്ത് പ്രൊവൈഡ് ചെയ്യണം? ലീഗലായിട്ടുള്ള സപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യണം. അത് കൊണ്ടുവന്നത് 42nd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976 ഓക്കെ, 42nd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976 ആർട്ടിക്കിൾ 39A കൊണ്ടുവന്നത്. ഇനി 40 എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്. 41 എന്ന് പറയുന്നത് നമ്മൾ പബ്ലിക് അസിസ്റ്റൻസ്, ഇപ്പം അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ഓൾഡ് ഏജ് അല്ലെങ്കിൽ സിക്നെസ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിസേബിൾമെൻറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ കൂടി എന്ത് ചെയ്യണം? സഹായിക്കണം. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് അങ്ങനെയുള്ള ആൾക്കാരെ സഹായിക്കണം. ഇതെല്ലാം സ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസികളാണ്. ഓക്കെ, ഇനി 42nd ആർട്ടിക്കിൾ പറയുന്നത് ഹ്യൂമൻ കണ്ടീഷനെ പറ്റിയാണ്. ഇപ്പം സ്ത്രീകൾക്കാണെങ്കിൽ മെറ്റേണിറ്റി റിലീഫ് വേണം, അതേപോലെ തന്നെ വയ്യാത്ത ആൾക്കാർക്ക് അത് അനുസരിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് പരിഗണന കിട്ടണം. അതാണ് 42nd പറയുന്നത്. 43 പറയുന്നത് ലിവിങ് വേജ്, എല്ലാവർക്കും ഒരു ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അവർക്ക് ജീവിച്ചു പോകാനുള്ള ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള ലിവിങ് വേജ് കൊടുത്തിരിക്കണം. 43A ആണെങ്കിൽ വർക്കർ പാർട്ടിസിപ്പേഷനാണ്. അതായത് ഇൻഡസ്ട്രി പോലുള്ള കാര്യങ്ങളിൽ വർക്കേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിളാണ് 43A എന്ന് പറയുന്നത്. അതും 42nd അമെൻമെൻറ്റിലൂടെയാണ് കൊണ്ടുവന്നത്. 43B ആണെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പ്രൊമോട്ട് ചെയ്യുക. കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുന്നത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് 97th അമെൻമെൻറ്റ് ആക്ട് ഓഫ് 2011 വന്നത്. ഓക്കെ, 97th അമെൻമെൻറ്റ് ആക്ട് ഓഫ് 2011. ഇനി 44th ആർട്ടിക്കിൾ പറയുന്നത് യൂണിഫോം സിവിൽ കോഡാണ്. അതായത് രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ സിറ്റിസൺസിനും ഒരേപോലത്തെ കോഡ് ഓഫ് കണ്ടക്റ്റ് ആയിരിക്കണം. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ഡൈവോഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പം
ഹിന്ദുവിനൊരു വഴി, അതുപോലെ മുസ്ലിംസിന് മറ്റൊരു വഴി, ക്രിസ്ത്യൻസിന് മറ്റൊരു വഴി, അങ്ങനെ പറ്റത്തില്ല. ഇപ്പം മുസ്ലിംസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പം തലാഖ് ചൊല്ലുക എന്നൊക്കെ പറഞ്ഞ് ഉള്ള ട്രഡീഷനൊക്കെ ഉണ്ട്. അപ്പം അത് എന്താണ് എല്ലാവർക്കും ഈക്വൽ അല്ല എന്നുള്ള രീതിയിൽ വരും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത്. എല്ലാവരുടെയും ഡൈവോഴ്സ് ആണെങ്കിലും എന്താണെങ്കിലും, ഡൈവോഴ്സിൻ്റെ എക്സാമ്പിൾ പറഞ്ഞതാണ്, ഒരേ രീതിയിലായിരിക്കണം അത് കണ്ടക്ട് ചെയ്യാനുള്ളത്. ഓക്കെ. ഇനി 45th ആക്ട് പറയുന്നതെന്ന് വെച്ചാൽ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആണ്. അതായത് 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അവരുടെ അതിൻ്റേതായ ചൈൽഡ്ഹുഡ് കെയറും എഡ്യൂക്കേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യണമെന്നാണ് ആർട്ടിക്കിൾ 45 പറയുന്നത്. 46 പറയുന്നത് വീക്കർ സെക്ഷൻസിൻ്റെ എക്കണോമിക് ഇൻട്രസ്റ്റും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻസും എന്ത് ചെയ്യണം, എഡ്യൂക്കേഷനും പ്രൊമോട്ട് ചെയ്യണം. SC ST വിഭാഗത്തിൽ പെടുന്നവർക്കും മറ്റ് വീക്കർ സെക്ഷൻസിനൊക്കെ എന്ത് ചെയ്യണം, അവരുടെ എഡ്യൂക്കേഷനും എക്കണോമിക് ഇൻട്രസ്റ്റും പ്രൊമോട്ട് ചെയ്യണം. 47 പറയുന്നത് എല്ലാവർക്കും ഡീസൻറ്റ് ലെവൽ ഓഫ് ന്യൂട്രീഷൻ വേണം, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, പബ്ലിക് ഹെൽത്ത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, റൈസ് ചെയ്ത് കൊണ്ടുവരണം, ഉയർത്തിക്കൊണ്ടുവരണം. 48 പറയുന്നത് അഗ്രികൾച്ചർ, ആനിമൽ ഹസ്ബൻഡറി ഒക്കെ എന്ത് ചെയ്യണം, ഇമ്പ്രൂവ് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ കൗ സ്ലാട്ടർ, പശു അല്ലെങ്കിൽ കന്നുകാലി കളുടെയൊക്കെ എന്താണ് സ്ലോട്ടറിങ് തടയണം. 48A പറയുന്നത് എൻവയോൺമെൻറ്റിനെ പറ്റിയാണ്. അതായത് എൻവയോൺമെൻറ്റും ഫോറസ്റ്റും നമ്മുടെ വൈൽഡ് ലൈഫൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. 49 പറയുന്നത് നമ്മുടെ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള മോണുമെൻറ്റ്സ്, പ്ലേസസ്, ഒബ്ജക്ട്സ് ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. 50 ആണെങ്കിൽ സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്, അതായത് എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തമ്മിൽ ഉള്ള സെപ്പറേഷനാണ്. അവരുടെ എക്സിക്യൂട്ടീവിൻ്റെ കാര്യങ്ങളിൽ ജുഡീഷ്യറി ഇടപെടാൻ പാടില്ല, ജുഡീഷ്യറിയുടെ കാര്യങ്ങളിൽ പ്രൊസീഡിങ്സിൽ നമ്മുടെ എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യാൻ പാടില്ല, ഇടപെടാൻ പാടില്ല. ഇനി ആർട്ടിക്കിൾ 51 പറയുന്നത് ഇൻ്റർനാഷണൽ, നമ്മളിപ്പോൾ പറഞ്ഞ ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി നമ്മൾ പ്രൊമോട്ട് ചെയ്യണമെന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ സബ് ക്ലോസ് ആണ് നമ്മൾ നേരത്തെ നോക്കിയത്. വിച്ച് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ഈസ് നോട്ട് ആഡഡ് ബൈ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? 42ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് വഴി ആഡ് ചെയ്യാത്ത DPSP ഏതെന്നാണ് ചോദ്യം. നമ്മളിപ്പോൾ കുറച്ച് ആർട്ടിക്കിളുകളും അതിൻ്റെ അമെൻമെൻറ്റ് നമ്മൾ നമുക്ക് നോക്കാം. സെക്യൂർ പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രി, ഇൻഡസ്ട്രിയിൽ എന്ത് ചെയ്യണം, വർക്കേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ കൂട്ടണം. അതെന്ന് പറയുന്നത് നമ്മുടെ ആർട്ടിക്കിൾ 43A പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്കിവിടെ നോക്കിയാൽ കാണാം. 43A വർക്കർ പാർട്ടിസിപ്പേഷൻ ഇൻ ഇൻഡസ്ട്രി പറഞ്ഞേക്കുന്നത്. അത് 42nd അമെൻമെൻറ്റിലൂടെ വന്നതാണ്. ഇനി പ്രൊമോഷൻ ഓഫ് ഡെമോക്രാറ്റിക് കൺട്രോൾ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇത് കൂട്ടണം. ഓക്കെ, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫോർമേഷൻ കൂട്ടണം. അത് 43B ആയിരുന്നു. 43B കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പറയുന്നത്. 97th അമെൻമെൻറ്റ് ആക്ട് ഓഫ് 2011 ആണ്. സോ ഇതിൻ്റെ ഉത്തരം ഇതാണ്. ഇനി പ്രൊമോഷൻ ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ആണെങ്കിൽ അത് 48 ആണ്. അതുപോലെ പ്രൊമോഷൻ ഓഫ് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ടു പ്രൊവൈഡ് ഫ്രീ ലീഗൽ എയ്ഡ് ടു പുവർ ആണെങ്കിൽ അത് 39A ആണ്. ഓക്കെ, 39A ആണ്. നമുക്കിവിടെ നോക്കി കാണാം. ഓക്കെ, എൻവയോൺമെൻറ്റ് 48A. ഓക്കെ, A ഉണ്ട്, 48A. ഇതെല്ലാം അമെൻമെൻറ്റ് വന്നുകൊണ്ടാണ് A വരുന്നത്. ഓക്കെ, Aയും Bയും ഒക്കെ അമെൻമെൻ്റ് ആണ്. 48A ആണ്. 48 എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി. ദെൻ 39A എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ നോക്കി, ഇതാ ഈക്വൽ ജസ്റ്റിസ് ഓഫ് ഫ്രീ ലീഗൽ എയ്ഡ്. അതും 42nd അമെൻമെൻറ്റ് ആക്ട് വഴിയാണ് വന്നത്. ഓക്കെ, ഇനി അമെൻമെൻറ്റുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റുകൾ. ഫസ്റ്റ് അമെൻമെൻറ്റ് എന്ന് പറയുന്നത് 1951 നടന്നത്. അതിലൂടെ നമ്മുടെ 9th ഷെഡ്യൂൾ ആഡ് ചെയ്യപ്പെട്ടു. അതായത് ലാൻഡ് റിഫോം ലോകളെ ജുഡീഷ്യൽ റിവ്യൂന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 9th ഷെഡ്യൂൾ. നമുക്കറിയാം ടിയേഴ്സ് ഓഫ് ഓൾഡ് PM, അതിനകത്ത് ഓൾഡിലെ L ആണ് ലാൻഡ് റിഫോംസ്, നമ്മുടെ 9th ഷെഡ്യൂൾ. ഓക്കെ, അത് കൊണ്ടുവന്നത് ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1951. ഇനി 7th അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1956 ആണെങ്കിൽ ലിംഗ്വിസ്റ്റിക് ബേസിസിൽ നമ്മുടെ എന്താണ് സ്റ്റേറ്റുകളെ റീഓർഗനൈസ് ചെയ്യണം എന്ന് ഉള്ളതാണ് 7th അമെൻമെൻറ്റ് ആക്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒന്നോ അതിൽ കൂടുതലോ സ്റ്റേറ്റുകൾക്ക് ഒരു കോമൺ ഹൈക്കോർട്ട് ആവാം എന്ന് പറഞ്ഞതും 7th അമെൻമെൻറ്റ് ആക്ടിലൂടെയാണ്. ഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഓൺ ലിംഗ്വിസ്റ്റിക് ബേസിസ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ പ്രധാനമായിട്ടൊരു 3 കമ്മീഷനെ പറ്റി പഠിക്കാനുണ്ട്. ഓക്കെ, ആദ്യത്തെ കമ്മീഷനാണ് 1948 വന്ന ധർ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ധർ കമ്മീഷൻ്റെ ചെയർമാൻ SK ധർ ആയിരുന്നു. അതുപോലെ തന്നെ ധർ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തത് ലിംഗ്വിസ്റ്റിക് ബേസിൽ, അതായത് ലാംഗ്വേജിൻ്റെ ബേസിൽ നമ്മൾ ഒരിക്കലും സ്റ്റേറ്റിനെ എന്ത് ചെയ്യല്, ഓർഗനൈസ് ചെയ്യരുത്, അല്ലെങ്കിൽ സ്റ്റേറ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യല്. പകരം നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിനും അതുപോലെ തന്നെ ജിയോഗ്രഫിക്കൽ കണ്ടിന്യൂറ്റിയുടെയൊക്കെ ബേസിസിൽ വേണം സ്റ്റേറ്റിനെ ഡിവൈഡ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഇനി അത് കഴിഞ്ഞ് വന്നൊരു അടുത്തൊരു കമ്മിറ്റിയാണ് JVP കമ്മിറ്റി. അതും 1948 വന്ന കമ്മിറ്റിയാണ് JVP കമ്മിറ്റി. JVP എന്ന് ഉദ്ദേശിക്കുന്നത് ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ ആൻഡ് പട്ടാഭി സീതാരാമയ്യ. ഓക്കെ, അപ്പോൾ ഇവരുടെ എന്താണ് ഒരു കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയായിരുന്നു. അവർ സ്റ്റേറ്റിന് ഒരിക്കലും ലിംഗ്വിസ്റ്റിക് ബേസിൽ റീഓർഗനൈസ് ചെയ്യരുത്. പകരം അവർ എന്തിലൂടെ ആയിരിക്കണം,
നാഷണൽ സെക്യൂരിറ്റി, അതുപോലെ യൂണിറ്റി, എക്കണോമിക് പ്രോസ്പെരിറ്റി ഒക്കെ നോക്കിയിട്ട് വേണം സ്റ്റേറ്റുകളെ ഡിവൈഡ് ചെയ്യാൻ. ഓക്കെ, അത് കഴിഞ്ഞ് അവസാനം വന്ന കമ്മീഷനാണ് ഫസൽ അലി കമ്മീഷൻ. അത് 1953 1953 ഫസൽ അലി കമ്മീഷൻ വരുന്നത്. അത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, തെലുങ്കു സ്പീക്കിംഗ് പീപ്പിൾ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് വേണമെന്ന് പറഞ്ഞ് പോറ്റി ശ്രീരാമുലു ഒരു 56 ദിവസത്തെ നിരാഹാര സമരം കിടക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, പോറ്റി ശ്രീരാമുലു മരണപ്പെടുന്നു. അപ്പം അത് ട്രിഗർ, ആ ഒരു കാര്യമാണ്, ആ ഒരു ഇൻസിഡൻ്റാണ് ഈ ഒരു ഫസൽ അലി കമ്മീഷൻ വരാനുള്ള ട്രിഗറിങ്. അപ്പോൾ ഇതിലൂടെ എന്ത് ചെയ്തു, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ വന്നു, ഫസൽ അലി കമ്മീഷൻ. അതിലുണ്ടായിരുന്നത് ഫസൽ അലി ചെയർമാനായിട്ടുണ്ട്, ദെൻ KM പണിക്കരുണ്ട്, HN കുൻസ്രു ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഒരു റെക്കമെൻഡേഷൻ എന്താണെന്ന് വെച്ചാൽ, ലാംഗ്വേജിൻ്റെ ബേസിസിൽ എന്ത് ചെയ്യാം, സ്റ്റേറ്റുകളെ ഡിവൈഡ് ചെയ്യാം. പക്ഷേ വൺ ലാംഗ്വേജ് വൺ സ്റ്റേറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് പറ്റത്തില്ല. കാരണം അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ ഒത്തിരി അധികം സ്റ്റേറ്റുകൾ വരും. കാരണം പല ഏരിയയിലും പല പല ഭാഷകൾ പല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വൺ ലാംഗ്വേജ് വൺ സ്റ്റേറ്റ് പറ്റത്തില്ല. പകരം മേജർ ആയിട്ടുള്ള ലാംഗ്വേജുകൾ എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞത്. അങ്ങനെയാണ് 1956 സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ ആക്ട് വരുന്നത്. അതിലൂടെ ആദ്യത്തെ 14 സ്റ്റേറ്റുകളും 6 യൂണിയൻ ടെറിട്ടറികളൊക്കെ എന്ത് ചെയ്യുന്നു, ഫോം ആവുന്നത്. നമ്മളെ കേരളമൊക്കെ അങ്ങനെ വന്ന സംസ്ഥാനമാണ്. 1953 തന്നെ ആന്ധ്രാപ്രദേശ് വരുന്നുണ്ട്, സ്റ്റേറ്റ് ആവുന്നുണ്ട്. ആന്ധ്രാപ്രദേശാണ് ആദ്യമായിട്ട് ഫോം ആവുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പം 1953 ആന്ധ്രാപ്രദേശ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് 1956 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് വഴി 14 സ്റ്റേറ്റുകളും 6 യൂണിയൻ ടെറിട്ടറികളും വരുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള സ്റ്റേറ്റുകളൊക്കെ പിന്നീട് വന്നത്. ഓക്കെ, അവിടെ ഛത്തീസ്ഗഡും ജാർഖണ്ഡൊക്കെ ലാസ്റ്റ് അവസാനം വന്നതാണ്, 2000 വന്നതാണ് ഛത്തീസ്ഗഡും ജാർഖണ്ഡും ഒക്കെ. പിന്നീട് തെലുങ്കാന വരുന്നുണ്ട്. ഓക്കെ, സോ ഇനി ഓക്കെ, നമ്മൾ റീഓർഗനൈസേഷൻ വരെയാണ് നോക്കിയത്. അത് 7th അമെൻമെൻ്റ് ആണ്. ഇനി നമുക്ക് 10th അമെൻമെൻറ്റ് നോക്കാം. 10th അമെൻമെൻറ്റ് ഓഫ് 1961 എന്ന് പറയുന്നത് ദദ്ര ആൻഡ് നഗർ ഹവേലിയെ ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതാണ്. 21st അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1967 എടുത്താൽ സിന്ധി എന്ന് പറയുന്ന ലാംഗ്വേജിനെ 8th ഷെഡ്യൂളിലെ 15th ലാംഗ്വേജ് ആക്കി. ഓക്കെ, 8th ഷെഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജിൽ വരുന്നതാണ്. ഓക്കെ, ടിയേഴ്സ് ഓഫ് ഓൾഡ് PMലെ ഒഫീഷ്യൽ ലാംഗ്വേജിൽ വരുന്ന 15th ലാംഗ്വേജ് ആയിട്ട് സിന്ധി എടുക്കുന്നത് 21st അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1967. ദെൻ 36th അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1975 എന്താണ് പറയുന്നത്, സിക്കിമിനെ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഇന്ത്യൻ യൂണിയൻ ആക്കി മാറ്റുവാണ്. ഇന്ത്യയുടെ ഒരു പാർട്ടാക്കി മാറ്റുവാണ്, ഫുൾ ഫ്ലെഡ്ജ്ഡ് സ്റ്റേറ്റ് ആക്കി മാറ്റുവാണ് സിക്കിമിനെ. ഇനി 42nd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976 എടുത്താൽ അതൊരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം നമ്മൾ നേരത്തെ തന്നെ നോക്കി, ഈ 42nd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976 ഒരുപാട് ആക്ടുകൾ, ഒരുപാട് അമെൻമെൻറ്റുകൾ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രിയാമ്പിളിൽ 3 വാക്കുകൾ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന 3 വാക്കുകൾ ആഡ് ചെയ്തു. അതുപോലെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് പാർട്ട് 4A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടികൾ മൊത്തം വന്നതും ഓൾമോസ്റ്റ് വന്നത് ഈ ഒരു 42nd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976 അത് കഴിഞ്ഞ് ചെറിയ ചെറിയ മാറ്റങ്ങൾ അതിനകത്തും വരുന്നുണ്ട്. ഓക്കെ, ദെൻ 44th അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1978 എടുത്താൽ അതിലൂടെയാണ് എന്ത് ചെയ്തത്, ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 300A എടുത്ത് മാറ്റുന്നത്. അതിന് മുന്നേ ആർട്ടിക്കിൾ 31 ആയിരുന്നു. ഓക്കെ, ആർട്ടിക്കിൾ 31 എന്നത് ആർട്ടിക്കിൾ 300A എടുത്ത് മാറ്റുന്നത് ഈ 44th അമെൻമെൻറ്റ് ആക്ടിലൂടെയാണ്. ദെൻ 52nd 1985 ആണെങ്കിൽ 10th ഷെഡ്യൂൾ ആഡ് ചെയ്തു, ആൻറ്റി ഡിഫെക്ഷൻ ലോ 10th ഷെഡ്യൂൾ ആഡ് ചെയ്തു. 61st 1989 ആണെങ്കിൽ 21 വയസ്സിൽ നിന്ന് 18 വയസ്സിലേക്ക് വോട്ടിംഗ് ഏജ് കുറച്ചു. നമ്മൾ PM പഠിച്ചപ്പോൾ പഠിച്ചായിരുന്നു. നമ്മുടെ രാജീവ് ഗാന്ധിയാണ് ഈ സമയത്ത്, രാജീവ് ഗാന്ധിയാണ് ഈ സമയത്ത് നമ്മുടെ PM രാജീവ് ഗാന്ധി വന്നിട്ടാണ് 21 വയസ്സിൽ നിന്ന് 18 വയസ്സിലേക്ക് വോട്ടിംഗ് ഏജ് കുറയ്ക്കുന്നത്. ദെൻ 69th അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1991 ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഡൽഹി എന്താക്കി, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ആക്കി മാറ്റി. ഇനി 71st അമെൻമെൻറ്റ് ഓഫ് 1992 ആണെങ്കിൽ കൊങ്കണി, മണിപ്പൂരി, നേപ്പാളി എന്നീ 3 ലാംഗ്വേജുകളെ 8th ഷെഡ്യൂളിലേക്ക് മാറ്റി. നമ്മൾ നേരത്തെ സിന്ധി നോക്കിയായിരുന്നു. 21st അമെൻമെൻറ്റ് 1967 സിന്ധി 15th ലാംഗ്വേജ് ആക്കുന്നു. 71st കൊങ്കണി, മണിപ്പൂരി, നേപ്പാളിയെ എന്ത് ചെയ്യുന്നു, 8th ഷെഡ്യൂളിൽ ആഡ് ചെയ്യുന്നു. ദെൻ 73rd 74th ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 1992 73rd പഞ്ചായത്തി രാജ്യം വരുന്നു, 74th മുനിസിപ്പാലിറ്റിയും വരുന്നു. ദെൻ 86th അമെൻമെൻറ്റ് ആക്ട് 2002 ആണെങ്കിൽ റൈറ്റ് ടു എഡ്യൂക്കേഷനെ ആർട്ടിക്കിൾ 21 എടുത്ത് മാറ്റി, ആർട്ടിക്കിൾ 21 ആഡ് ചെയ്തിട്ട് അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കി മാറ്റുന്നു. ഓക്കെ, ആർട്ടിക്കിൾ 21 A ആയിട്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ കൊണ്ടുവന്നിട്ട് അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കി മാറ്റുന്നു. ആർക്ക്, 6നും 14നും വയസ്സിനിടയിലുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളത് അവരുടെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. ഓക്കെ, ദ 91st അമെൻമെൻറ്റ് ആക്ട് ഓഫ് 2003 അതിലൂടെ
കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് 15% ഓഫ് ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ ഹൗസ് ആയിരിക്കണം. ഇപ്പോൾ ലോക്സഭ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 15% ആൾക്കാരായിരിക്കണം. ആ ഒരു ലിമിറ്റിൽ നിൽക്കണം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി 92 ഓഫ് 2003 എടുത്താൽ ബോഡോ, ഡോങ്ക്രി, മൈത്താലി ആൻഡ് സന്താളി. അത് പഠിക്കാൻ BDSM ഈ ഒരു കോഡ് യൂസ് ചെയ്താൽ മതി, ഒരിക്കലും മറക്കത്തില്ല. ബോഡോ, ഡോങ്ക്രി, മൈത്താലി, സന്താളി ഈ 4 ലാംഗ്വേജുകൾ എന്ത് ചെയ്തു? 8th ഷെഡ്യൂളിലേക്ക് എന്ത് ചെയ്തു? ആഡ് ചെയ്യപ്പെട്ടു. ഓക്കെ. ദെൻ 101 അമെൻമെൻറ്റ് ഓഫ് 2016 എന്ന് പറയുന്നത് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് 101 അമെൻമെൻറ്റ് ഓഫ് 2016. ദെൻ 103 അമെൻമെൻറ്റ് 2019 വന്നത് 10% റിസർവേഷൻ എക്കണോമിക്കലി ആൻഡ് വീക്കർ സെക്ഷന് നമ്മുടെ ഹയർ എഡ്യൂക്കേഷനും അതുപോലെ എംപ്ലോയ്മെൻറ്റിലൊക്കെ കൊടുക്കണം. 106 2023 ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു അമെൻമെൻറ്റ് ആക്റ്റാണ്. അതാണ് നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് പറയുന്നത്. ഓക്കെ. 33% റിസർവേഷൻ വുമണിന് ലോക്സഭയിലും അതുപോലെ സ്റ്റേറ്റ് അസംബ്ലികളിലൊക്കെ കൊടുക്കണം എന്നുള്ളതാണ് 106 അമെൻമെൻറ്റ് 2023. ഓക്കെ, നമ്മൾ അപ്പോൾ ഇതിൻ്റെ ഉത്തരം നോക്കി. ഇനി ഇന്ത്യാസ് ടെറിട്ടോറിയൽ വാട്ടർ എക്സ്റ്റെൻസ് അപ് ടു ഹൗ മെനി നോട്ടിക്കൽ മൈൽസ് ഫ്രം ദ ബേസ് ലൈൻ. ഇത് നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ളതാണ്. ഇത്തവണ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ടെറിട്ടോറിയൽ വാട്ടറിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ നേരത്തെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിനെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ വന്നിട്ട് 12 നോട്ടിക്കൽ മൈലാണ്. നമുക്കത് ഒന്നുകൂടെ ഒന്ന് നോക്കാം. യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ലോ ഓഫ് സീസിലാണ് ഇത് പറയുന്നത്. ഓക്കെ, 1982 ജമൈക്കയിൽ വെച്ചിട്ട് ആണിത് ഫോം ആവുന്നത്. എൻഫോഴ്സ്ഡ് ആവുന്നത് 1994. ഇന്റേണൽ വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെറിട്ടറിയുടെ അകത്ത് ഉള്ള വാട്ടറാണ്. അതിനകത്ത് ഫുൾ റൈറ്റും നമ്മുടെ രാജ്യത്തിന് തന്നെ ആയിരിക്കും. മറ്റ് ഫോറിൻ വെസലുകൾക്ക് അതുവഴി പോകാൻ പറ്റില്ല. നമ്മുടെ ലേക്സ്, റിവർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ അഴിമുഖങ്ങൾ, പോർട്ടുകൾ. ഇനി ടെറിട്ടോറിയൽ സീ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചോദിച്ചേക്കുന്ന ടെറിട്ടോറിയൽ സീ എന്ന് പറഞ്ഞാൽ അത് 12 നോട്ടിക്കൽ മൈൽ വരെയാണ്. നമ്മുടെ ബേസ് ലൈനിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ വരെയാണ്. അവിടെയും ഫുൾ സോവറിനിറ്റി നമ്മുടെ രാജ്യത്തിന് തന്നെ ആയിരിക്കും. അവിടുത്തെ സീ മേയറും അതുപോലെ സീ ബെഡും ഒക്കെ. പക്ഷേ അവിടെ ഇന്നസെൻറ്റ് പാസേജ് ഓഫ് ഷിപ്സ്, ഫോറിൻ ഷിപ്സ് അലൗ ചെയ്യണം, കാരണം ട്രേഡുകൾ നടത്താൻ വേണ്ടിയിട്ട്. ഇനി കണ്ടേജിയസ് സോൺ എന്ന് പറയുന്നത് 24 നോട്ടിക്കൽ മൈൽ വരെയാണ്. അവിടെ ലിമിറ്റഡ് ജൂറിസ്ഡിക്ഷൻ നമ്മുടെ രാജ്യത്തിനുണ്ടാവും. ഓക്കെ, രാജ്യങ്ങൾക്കുണ്ടാവും. കസ്റ്റംസ്, ഫിസിക്കൽ ഇമിഗ്രേഷൻ, സാനിറ്ററി ലോ, ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇൻഫ്രിഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും വയലേഷൻ നടത്തിയാൽ അത് പ്രിവെൻറ്റ് ചെയ്യാനും പണിഷ് ചെയ്യാനുള്ള അതോറിറ്റി അതത് രാജ്യങ്ങൾക്കുണ്ടാവും. ഇനി എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറഞ്ഞാൽ 200 നോട്ടിക്കൽ മൈൽ വരെയാണ്. അവിടെ എന്താണ്? അവിടെ നമുക്ക് എക്സ്പ്ലോറും എക്സ്പ്ലോയിറ്റും മാനേജും ഒക്കെ ചെയ്യാം. ഇപ്പം ഫിഷ്, ഓയിൽ, ഗ്യാസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് യൂസ് ചെയ്യാം. പക്ഷേ അതിനുള്ള റൈറ്റ് ഉണ്ട്. അതിനുള്ള റൈറ്റ് മാത്രമേ ഓരോ രാജ്യങ്ങൾക്കും ഉള്ളൂ. ഇനി ഹൈ സീസ് എന്ന് വെച്ചാൽ 200 നോട്ടിക്കൽ മൈലിനും ബിയോണ്ട് ആയിട്ട് കിടക്കുന്ന സീ ആണ്. അതെന്ന് പറഞ്ഞാൽ കോമൺ ഹെറിറ്റേജ് ഓഫ് മാൻകൈൻഡ് ആണ്. ഏതൊരു രാജ്യത്തിനും എന്ത് ചെയ്യാം? അത് യൂസ് ചെയ്യാം, പീസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാം. ഒരു സ്റ്റേറ്റിനും എന്തില്ല? സോവറിറ്റി ഇല്ല. അത് ആരുടെയും എന്തല്ല, സ്വത്തല്ല. പക്ഷേ എല്ലാവർക്കും അത് കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. വിച്ച് യുണീക് പ്രോപ്പർട്ടി ഓഫ് പ്ലാസ്മോഡിയം മേക്സ് മലേറിയ എ സൈക്ലിക്കൽ ഡിസീസ് വിത്ത് പീരിയോഡിക് ഫീവർ? ഓക്കെ, പ്ലാസ്മോഡിയത്തിൻ്റെ എന്ത് ക്യാരക്ടറാണ് മലേറിയ ഒരു സൈക്ലിക്കൽ, അതായത് ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു പനിയായി, അങ്ങനെ സൈക്ലിക്കൽ ഡിസീസാക്കി മാറ്റുന്നതെന്ന് പറയുന്നത്? അതായത് പീരിയോഡിക്കലി അതിൽ ഫീവർ വരും ഈ മലേറിയ വന്നു കഴിഞ്ഞാൽ. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. ഇൻഫെക്ഷൻ ഓഫ് ലിവർ സെൽസ് ഓൺലി, കോൺസ്റ്റന്റ് റീഇൻഫെക്ഷൻ ഫ്രം എൻവയോൺമെൻറ്റ്, RBC റപ്ചർ ആൻഡ് ടോക്സിൻ റിലീസ് എവറി ഫ്യൂ ഡേയ്സ്, കണ്ടിന്യൂവൽ എൻട്രി വയ മൊസ്കിറ്റോ ബൈറ്റ്സ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിൻ്റെ ഉത്തരം RBC റപ്ചർ ആൻഡ് ടോക്സിൻ റിലീസ് എവറി ഫ്യൂ ഡേയ്സ് ആണ്. അതായത് നമ്മുടെ RBC റപ്ചർ ആവുകയും ഓരോ കുറച്ച് ദിവസങ്ങൾ കൂടുമ്പോൾ ടോക്സിൻ അതിൽ നിന്ന് റിലീസ് ആവുകയും ചെയ്യും. അപ്പോൾ അത് നമുക്ക് എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ് എന്ത് ചെയ്യുന്നത്? മലേറിയ പരത്തുന്നത്. ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ഈ പ്ലാസ്മോഡിയത്തിൻ്റെ സ്പോറോസൈറ്റുകൾ എന്ത് ചെയ്യും? സ്പോറോസൈറ്റുകൾ നമ്മുടെ ഹ്യൂമൻ ബ്ലഡ് സ്ട്രീമിലേക്ക് അത് വന്നിരുന്ന് കടിക്കുമ്പം ബ്ലഡ് സ്ട്രീമിലേക്ക് സ്പോറോസൈറ്റുകൾ എൻ്ററാവും. ദെൻ എക്സോ എരിത്രോസൈറ്റിക് സ്റ്റേജിൽ വെച്ചിട്ട് ഈ സ്പോറോസൈറ്റ് നമ്മുടെ ലിവറിലേക്ക് ട്രാവൽ ചെയ്യും. അവിടെ വെച്ച് ഇത് മൾട്ടിപ്ലൈ ആയി മെറോസോയിറ്റ്സ് ആവും. എന്നിട്ട് എരിത്രോസൈറ്റിക് സ്റ്റേജിൽ വെച്ചിട്ട് ഈ മെറോസൈറ്റ് എന്ത് ചെയ്യും? നമ്മുടെ RBC റെഡ് ബ്ലഡ് സെല്ലിന് അകത്തേക്ക് കയറിയതിന് ശേഷം അവിടെ ഇരുന്നത് ഗ്രോ ചെയ്ത് ട്രോപ്പോസോയിറ്റ്സ് ആവും. ഓക്കെ, ട്രോപ്പോസോയിറ്റ്സ് ആവും. അതെന്ന് പറഞ്ഞാൽ റിംഗ് സ്റ്റേജ് ആണ്, ഒരു റിംഗ് പോലെ ഇരിക്കും. ഓക്കെ, ഈ ട്രോപ്പോസോയിറ്റ്സ് പിന്നെ എന്ത് ചെയ്യും? ഷൈസൺസ് ആവും. ഷൈസൺസ് ആയതിനു ശേഷം എന്ത് ചെയ്യും? ബസ്റ്റിങ് സംഭവിക്കുന്ന ഷൈസൺസ് ആയതിനു ശേഷമാണ്. ഷൈസൺസ് ആയതിനു ശേഷം RBC റപ്ചർ ആവും. RBC റപ്ചർ ആയിട്ട് അതിൽ നിന്ന് മെറോസോയിറ്റ്സും അതുപോലെ ഹേമോസോയിൻ എന്നൊക്കെ പറയുന്ന ടോക്സിനുകളും റിലീസാവും. ഇതിങ്ങനെ റപ്ചർ ആവുന്ന സമയത്ത് നമുക്ക് ഹൈ ഫീവറും ചില്ലും ഫീൽ ചെയ്യും.
അതിങ്ങനെ പീരിയോഡിക്കലി റപ്ചർ ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് എന്ത് പറ്റുന്നത്, സൈക്ലിക്കലായിട്ട് ഉള്ളൊരു ഡിസീസായി മാറുന്നത് ഈ മലേറിയ. ഓക്കെ, ഇനി ഈ നമ്മളിപ്പോൾ പറഞ്ഞ പ്ലാസ്മോഡിയൊക്കെ വരുന്നത് എന്തിലാണ്? നമ്മുടെ പ്രോട്ടിസ്റ്റ, കിങ്ഡം പ്രോട്ടിസ്റ്റയിലാണ് പ്ലാസ്മോഡിയൊക്കെ വരുന്നത്. അപ്പം പ്രോട്ടിസ്റ്റ ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രോട്ടിസ്റ്റയിൽ അടങ്ങുന്നത് യൂണിസെല്ലുലർ ആയിട്ടുള്ള യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്. ഇവരെന്ന് പറയുന്നത് ഇതിനകത്ത് ഈ പ്രോട്ടിസ്റ്റയിൽ പെടുന്ന ഓർഗാനിസം ഏതൊക്കെയാണെന്ന് വെച്ചാൽ അവർക്ക് ഒരിക്കലും കിങ്ഡം ഫഞ്ചയിലോ പ്ലാന്റയിലോ അല്ലെങ്കിൽ ആനിമയിലോ കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഫിറ്റ് ആവത്തില്ല. എന്നാൽ അവർക്ക് അതിൻ്റെതായ ചെറിയ ക്യാരക്ടറും ഉണ്ട്. അതായത് പ്രോട്ടിസ്റ്റേ പെടുന്ന തന്നെ എന്താണ് ഓർഗാനിസത്തിന് ആനിമലിലേക്ക് പ്രോട്ടിസ്റ്റ എന്ന് പറയും, അതാണ് പ്രോട്ടോസോവ. അതുപോലെ പ്ലാന്റിലേക്ക് പ്രോട്ടിസ്റ്റ ഉണ്ട്, അതാണ് ആൽഗെ. അതുപോലെ ഫഞ്ചയിലേക്ക് പ്രോട്ടിസ്റ്റ ഉണ്ട്, അതാണ് സ്ലൈം മോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ലൈം മോൾഡ്. അപ്പോൾ ഈ പ്രോട്ടിസ്റ്റ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള കിങ്ഡമാണ്. സോ ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി അതിലെ ഫൈലങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. അമീബോയിഡ് ആണ് ആദ്യത്തെ ഫൈലം. അമീബോയിഡ് എന്ന് വെച്ചാൽ അവർക്ക് ലോക്കോമോഷന് വേണ്ടിയിട്ട്, അവരുടെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് സ്യൂഡോപോഡി ഉണ്ട്. സ്യൂഡോപോഡി എന്ന് വെച്ചാൽ ഫാൾസ് ഫീറ്റ് ആണ്. ഓക്കെ, എക്സാമ്പിളാണ് അമീബയും എൻ്റെ അമീബ ഹിസ്റ്റോളിറ്റിക്ക്. ഇനി ഫ്ലജല്ലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ചാട്ടവാറ് പോലെ ഒരു വാലുണ്ട്, ഫ്ലജല്ല. ഓക്കെ, മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്. എക്സാമ്പിളാണ് ട്രിപ്പാനോസോമയും ലീഷ്മാനിയ. ട്രിപ്പാനോസോമ സ്ലീപ്പിംഗ് സിക്നസ് കോസ് ചെയ്യും, ലീഷ്മാനിയ ആണെങ്കിൽ ലീഷ്മാനിയാസിസ് കോസ് ചെയ്യും. ഇനി സിലിയേറ്റഡ് നോക്കുകയാണെങ്കിൽ അവർക്ക് സിലിയുണ്ട്, ഹെയർ ലൈക്ക് സ്ട്രക്ചറുകളുണ്ട്. എക്സാമ്പിളാണ് പാരാമീസിയം. പാരാമീസിയത്തിൻ്റെ പടമൊക്കെ കണ്ടിട്ടുണ്ടോ? അത് ഇങ്ങനെയൊക്കെ ഇരിക്കും. പാരാമീസിയം എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മുടെ ചെരുപ്പ് കണക്ക് ഇരിക്കും, സ്ലിപ്പർ കണക്ക്. അതിൻ്റെ ഈ അറ്റത്തൊക്കെ സിലിയകളുണ്ട്. ഓക്കെ, ഇങ്ങനെ വരും. ഇനി സ്പോറോസോവൻസ് ആണെങ്കിൽ അവർക്ക് ലോക്കോമോട്ടറി ഓർഗൻസ് ഇല്ല. എക്സാമ്പിളാണ് പ്ലാസ്മോഡിയം, മലേറിയൽ പാരസൈറ്റ് ആയിട്ടുള്ള പ്ലാസ്മോഡിയം. അവർ സ്പോറോസോവൻസ് ആണ്. ഓക്കെ, ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൂ എമംഗ് ദ ഫോളോയിങ് റോട്ട് ദ ബുക്ക് ചൗങ് ഓൺ ഫുഡ് എക്കണോമിക്സ് ആൻഡ് സൊസൈറ്റി? ചൗങ് ഓൺ ഫുഡ് എക്കണോമിക്സ് ആൻഡ് സൊസൈറ്റി എഴുതിയത് ആര്? ശക്തികാന്ത ദാസ്, സുബ്രഹ്മണ്യൻ സ്വാമി, അഭിജിത്ത് ബാനർജി, രഘുറാം രാജൻ. സോ ഇതിൻ്റെ ആൻസർ അഭിജിത്ത് ബാനർജിയാണ്. ഈ അഭിജിത്ത് ബാനർജി എന്ന് പറയുന്നത് ഒരു നോബൽ പ്രൈസ് വിന്നറാണ്, നോബൽ പ്രൈസ് വിന്നിങ് എക്കണോമിസ്റ്റ് ആണ്. ഓക്കെ, MIT എന്നുള്ള ഇദ്ദേഹം എഴുതിയൊരു ബുക്കാണ് ഈ ചൗങ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ചൗങ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ബീഹാരി ഫുഡ് ക്ലൗഡ് കിച്ചൺ ആണ്. ഓക്കെ, ഗുർഗാവണിലുള്ള ഒരു ബീഹാരി ഫുഡ് ക്ലൗഡ് കിച്ചൺ ആണ്. ഇത് ഫൗണ്ട് ചെയ്യുന്നത് ഹിരണ്യമായി ശിവാനിയും മഞ്ചാരി സിംഗുമാണ്. ഇവരെന്ന് പറയുന്ന മദർ ഇൻ ലോയും ഡോട്ടർ ഇൻ ലോയാണ്. ഓക്കെ, ഇവർ ചേർന്ന് തുടങ്ങുന്ന ഒരു ഫുഡ് ക്ലൗഡ് കിച്ചണെ കുറിച്ചാണ് ഈ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത്. നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ബുക്കുകൾ നോക്കാം. ദ ഗ്രേറ്റ് സാങ്ഷൻസ് ഹാക്ക് എഴുതിയത് ഉർജിത് പട്ടേലാണ്, നമ്മുടെ ഫോർമർ RBI ഗവർണറാണ്. നമ്മുടെ എക്കണോമിക്സ് അതുപോലെ തന്നെ ഗ്ലോബൽ സാങ്ഷനെ പറ്റിയൊക്കെയാണ് ഈ ഗ്രേറ്റ് സാങ്ഷൻ ഹാക്ക് പറയുന്നത്. ഓക്കെ, ദെൻ സുജീത് കുമാർ എഴുതിയത് AI ഓൺ ട്രയൽ. ഇത് പറയുന്നത് നമ്മുടെ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലീഗലും സോഷ്യലും ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസിനെ പറ്റിയാണ്, പ്രശ്നങ്ങളെ പറ്റിയൊക്കെയാണ്. ഓക്കെ, ഇനി MS സ്വാമിനാഥൻ ദ മാൻ ഹൂ ഫെഡ് ഇന്ത്യ എഴുതിയത് പ്രിയംപദ ജയകുമാറാണ്. MS സ്വാമിനാഥൻ അറിയാലോ, ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യയാണ്. ഓക്കെ, നോർമൻ ബോർലോങ് ആണ് ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, വേൾഡിൽ നോർമൻ ബോർലോങ് ആണ്, ഇന്ത്യയിൽ MS സ്വാമിനാഥനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബയോഗ്രഫി ആയിട്ടാണ് ഈ ഒരു ബുക്ക് പ്രിയംപദ ജയകുമാർ എഴുതിയിരിക്കുന്നത്. ഇനി സ്പീക്കിംഗ് വിത്ത് നേച്ചർ എഴുതിയിരിക്കുന്ന രാമചന്ദ്ര ഗുഹയാണ്. അദ്ദേഹം ഒരു ഇന്ത്യൻ പ്രൊമിനൻ്റ് ഹിസ്റ്റോറിയനാണ്. ഓക്കെ, ദ ചോള ടൈഗേഴ്സ് അവഞ്ചേഴ്സ് ഓഫ് സോംനാഥ് എഴുതിയത് അമീഷ് ത്രിപാഠി. ചോള എംപയറും അതുപോലെ മുഹമ്മദ് ഗസ്നിയും തമ്മിലുള്ള മുഹമ്മദ് ഗസ്നിക്കെതിരായിട്ടുള്ള ചോള എംപയറിൻ്റെ ഒരു ചെറുത്തുനിൽപ്പിനെ പറ്റിയൊക്കെയാണ് ഈ ഒരു ദ ചോള ടൈഗേഴ്സ് അവഞ്ചേഴ്സ് ഓഫ് സോംനാഥ് അമീഷ് ത്രിപാഠി എഴുതിയിരിക്കുന്നത്. ദെൻ വിജയ് ഗോയൽ എഴുതിയ അടൽ ബിഹാരി വാജ്പേയി ദ എറ്റേണൽ സ്റ്റേറ്റ്സ്മാൻ. ഓക്കെ, ഇത് ലോഞ്ച് ചെയ്തത് നമ്മുടെ വൈസ് പ്രസിഡൻ്റ് ആയിട്ടുള്ള CP രാധാകൃഷ്ണനാണ്. അതേപോലെ തന്നെ ബിലീവേഴ്സ് ഡിലേമ എഴുതിയത് അഭിഷേക് ചൗധരിയാണ്. എഗെയിൻ അടൽ ബിഹാരി വാജ്പേയിയുടെ തന്നെ ഒരു ബയോഗ്രഫി പോലെയുള്ള ഒരു ബുക്കാണ് ബിലീവേഴ്സ് ഡിലേമ. ഓക്കെ, ഡിലേമ എഴുതിയത് അഭിഷേക് ചൗധരി. ദെൻ ടിപ്പു സുൽത്താൻ ദ സാഗ ഓഫ് മൈസൂർ ഇൻറഗ്നം എഴുതിയത് വിക്രം സമ്പത്ത്. ഓക്കെ, വിക്രം സമ്പത്തിൻ്റെ ടിപ്പു സുൽത്താൻ ദ സാഗ ഓഫ് മൈസൂർ ഇൻറഗ്നം. ഇനി ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ബുക്കുകൾ നമുക്ക് നോക്കാം. അരുന്ധതി റോയ് എഴുതിയ മദർ മേരി കംസ് ടു മീ. ഇതെന്ന് പറയുന്നത് അരുന്ധതി റോയുടെ ഒരു ഫസ്റ്റ് ഫോർമൽ മെമ്മോയറാണ്. അരുന്ധതി റോയ് എന്ന് പറയുന്നത് ഒരു ബുക്കർ പ്രൈസ് വിന്നറാണ്. ഓക്കെ, അരുന്ധതി റോയ് ഒരു ബുക്കർ പ്രൈസ് വിന്നറാണ്. അരുന്ധതി റോയ് ഈ ഇടയ്ക്ക് എഴുതിയൊരു ബുക്കാണ്, റിലീസായ ഒരു ബുക്കാണ് മദർ മേരി കംസ് ടു മീ. ഇനി S ജയശങ്കർ, നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എഴുതിയ ബുക്കാണ് വൈ ഭാരത് മാറ്റേഴ്സ്. ഈ ബുക്കിനകത്ത്
എസ് ജയശങ്കറിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നുള്ള ഇന്ത്യയുടെ ഗ്ലോബൽ റോളിനെ പറ്റിയാണ് പറയുന്നത്. ഗ്ലോബലി ഇന്ത്യയുടെ ഒരു റോൾ എന്താണെന്നുള്ളതാണ് ഈ ബുക്കിൽ പറയുന്നത്. ഇനി ഫോർമർ നമ്മുടെ ഒളിമ്പിക് റെസ്ലർ ആയിട്ടുള്ള സാക്ഷി മാലിക് എഴുതിയ ബുക്കാണ് വിറ്റ്നസ് എന്ന് പറയുന്നത്. അവരുടെ തന്നെ കരിയറും സോഷ്യൽ ആക്ടിവിസത്തെ പറ്റിയൊക്കെയാണ് ഈ ഒരു ഓട്ടോബയോഗ്രഫി, അവരുടെ ഓട്ടോബയോഗ്രഫിയാണ് അതിനകത്ത് പറയുന്നത്. ഓക്കെ, ദെൻ ദിയ സലായ് എഴുതിയത് കൈലാസ് സത്യാർത്ഥിയാണ്. 2014 നോബൽ പീസ് പ്രൈസ് വിന്നറാണ്. ദെൻ കൈലാസ് സത്യാർത്ഥിയുടെ ഒരു ഓട്ടോബയോഗ്രഫിയാണ് ദിയ സലായ് എന്ന് പറയുന്നത്. ദെൻ ദീപ മാലിക്കിൻ്റെ ബുക്കാണ് ബ്രിങ് ഇറ്റ് ഓൺ. ബ്രിങ് ഇറ്റ് ഓൺ എന്ന് പറയുന്നത്, ഓക്കെ, ദീപ മാലിക് ആരാണ്? ദീപ മാലിക്കിൻ്റെ ലൈഫിനെ കുറിച്ചൊക്കെയാണ് ബ്രിങ് ഇറ്റ് ഓൺ പറയുന്നത്. ദീപ മാലിക് ആരാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ വുമൺ പാരാളിമ്പിക് മെഡലിസ്റ്റാണ്. ആദ്യമായിട്ട് ഇന്ത്യക്ക് പാരാളിമ്പിക്കിൽ മെഡൽ കൊണ്ടുവരുന്ന വ്യക്തിയാണ് ദീപ മാലിക് എന്ന് പറയുന്നത്. ഓക്കെ, ഷോർട്ട് പുട്ടായിരുന്നു ദീപ മാലിക്കിൻ്റെ ഇവൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ വീഡിയോയിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കവർ ചെയ്തത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇതേ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിന് തന്നെ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഓൾ ഫോർ ലിസണിങ് ടു മൈ ലെക്ചർ. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. താങ്ക് യു.